എല്ലാവർക്കും സ്വാഗതം. നമ്മൾ MOPയുടെ അടുത്ത 25ാമത്തെ എപ്പിസോഡാണ്. പിന്നെ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇൻഡെക്സിങ്ങിനെ പറ്റി ഒന്ന് രണ്ട് പോയിന്റ് പറയണമെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതിലേക്കൊന്ന് കടക്കുകയാണ്. സാധാരണഗതിയിൽ MOP പ്രകാരം ഫയലുകളുടെ സൂക്ഷ്മമായ പരിപാലനത്തിനും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ഇൻഡെക്സിങ്. സാധാരണഗതിയിൽ ഓരോ സെക്ഷനിലെയും ഇത് രണ്ട് പല രീതിയിൽ നടത്താം. ഇൻഡെക്സിങ് സ്ലിപ്പുകൾ ഫയൽ ചെയ്തിട്ട് നടത്താറുണ്ട്. ഇൻഡെക്സിങ് രജിസ്റ്ററിൽ ചെയ്തിട്ടും നടത്താറുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലെയും ജൂനിയർ സൂപ്രണ്ട് അല്ലെങ്കിൽ ഹെഡ് ക്ലർക്കാണ് ഇൻഡെക്സിങ്ങിന് ചെയ്യേണ്ടത്. അപ്പോൾ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കുമാർ ആവശ്യമായ വിവരങ്ങൾ നൽകുമെങ്കിലും ഓഫീസിലെ മൊത്തത്തിലുള്ള ഇൻഡെക്സിംഗ് രജിസ്റ്റർ പരിപാലിക്കുന്നത് സെക്ഷൻ തലവനാണ്. അപ്പോൾ അത്തരത്തിലെ ഇൻഡെക്സിങ് നടത്താൻ വേണ്ടി ഇൻഡെക്സിങ് രജിസ്റ്റർ ഉണ്ടാവും ചിലയിടത്ത്. ഇത് ഒരു ബുക്ക് രൂപത്തിലുള്ള രേഖയാണ്. അപ്പോൾ ഫയലിനെ സൂചിപ്പിക്കുന്ന വിവരങ്ങൾ ഈ രജിസ്റ്ററിൽ ചേർക്കുന്നു. അപ്പോൾ ഫയലുകൾ സൂക്ഷിക്കുന്നത് റെക്കോർഡ് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് ഭാവിയിൽ എളുപ്പത്തിൽ തിരഞ്ഞു കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സൂചിക മാത്രമാണ്. എന്നാൽ എല്ലാ ഫയലുകളിലും ഇൻഡെക്സിംഗ് നിർബന്ധമില്ല. നയപരമായ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നവയും സ്ഥിരമായി സൂക്ഷിക്കേണ്ടവയൊക്കെയാണ് അവർക്കൊക്കെ ഇൻഡെക്സിംഗ് ആവശ്യമുള്ളൂ. അപ്രധാനമായിട്ടുള്ളതോ താൽക്കാലിക സ്വഭാവമുള്ളതോ ആയിട്ടുള്ള പിന്നെ ലീവ് അപേക്ഷകൾ അല്ലെങ്കിൽ ചെറിയ വിവരങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കൊന്നും ഇൻഡെക്സിങ് ആവശ്യമില്ല. ഫയലിന്റെ കവറിന് മുകളിൽ ഇൻഡെക്സ് നമ്പർ രേഖപ്പെടുത്താറുണ്ട്. ഇത് ഫയൽ നമ്പറിനോടൊപ്പം ചേർത്ത് കാണിക്കുന്നത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഇൻഡെക്സിങ്ങിന്റെ ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം വിഷയം തിരഞ്ഞെടുക്കലാണ്. പ്രധാന വിഷയം എന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ കണ്ടെത്തും. പിന്നെ ഇത് ഇൻഡെക്സ് രജിസ്റ്ററിൽ അക്ഷരമാലാക്രമത്തിൽ രേഖപ്പെടുത്തും. കൂടെ ആ ഫയലിന്റെ നമ്പർ, തീയതി, വർഷം എന്നിവയും ചേർക്കണം. ഒരു ഫയലിൽ ഒന്നിലധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ എല്ലാ വിഷയങ്ങളുടെ കീഴിലും ഫയലിന്റെ വിവരം നൽകണം. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ കണ്ടെത്താൻ കാറ്റലോഗ് കാർഡ് ഉപയോഗിക്കുമല്ലോ. ഒരു ലൈബ്രറിയിൽ പുസ്തകം കണ്ടെത്താൻ വേണ്ടി നമ്മൾ കാറ്റലോഗ് കാർഡ് ഉപയോഗിക്കുന്നത് പോലെ ഓഫീസിലെ പഴയ ഫയലുകൾ തിരഞ്ഞു പിടിക്കാൻ ഉപയോഗിക്കുന്ന ലിസ്റ്റാണ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫയല് ആവശ്യമായി വരുന്ന സന്ദർഭത്തിലെ ഫയൽ നമ്പർ അറിയില്ലെങ്കിലും വിഷയത്തിന്റെ പേര് മാത്രം വെച്ച് അത് ഏത് അലമാരിയിലാണ് എന്നൊക്കെ ഉള്ളതെന്ന് കണ്ടെത്തുക എളുപ്പമാണ്, ആണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ പറയുമ്പോൾ ഹെഡ്, തലക്കെട്ട്, അതിലാണ് ഒന്ന് പറയാം ടൈറ്റിൽസ്. ഇപ്പൊ എല്ലാത്തിനും എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഇൻഡെക്സിംഗിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈറ്റിൽ. അപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു രേഖയുടെയോ അധ്യായത്തിന്റെയോ മൊത്തത്തിലുള്ള ഒരു ചാപ്റ്ററിന്റെയോ രേഖയുടെയോ മൊത്തത്തിലുള്ള വിഷയത്തെ സൂചിപ്പിക്കുന്നതാണ് ടൈറ്റിൽ. ഇതാണ് ആ ഒരു രേഖയുടെ കാതൽ എന്ന് പറയുന്നത് ടൈറ്റിലാണ്. അപ്പോൾ അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്റ്റാഫ് അറ്റൻഡൻസ് ആൻഡ് ലീവ് റൂൾസ് ഒരു ടൈറ്റിലാണത്. അതിന്റെ താഴെ എന്തൊക്കെ വരുന്നു? പിന്നെ ഹെഡ് വരും, സബ് ഹെഡ് വരും. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് ആ ലീവാണ്. സ്റ്റാഫ് അറ്റൻഡൻസ് ആൻഡ് ലീവ് റൂൾസ് ആണ് നമ്മൾ ടൈറ്റിലായത്. അതിന്റെ താഴെ അവധി അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്നുള്ള ഹെഡ് വന്നു. അതിന്റെ താഴെ വേണമെങ്കിൽ സബ് ഹെഡ് കൊടുക്കാം. സബ് ഹെഡ് എന്താ പറയുക, മെഡിക്കൽ അവധി, കാഷ്വൽ ലീവ്, ഇതൊക്കെ നമുക്ക് സബ് ഹെഡായിട്ട് പറയാവുന്നതാണ്. ഇപ്പൊ തലക്കെട്ടുകൾ എപ്പോഴും, ടൈറ്റിൽ എപ്പോഴും ലളിതവും വ്യക്തവുമായിരിക്കണം.
വലിയ തലക്കെട്ടുകളിൽ നിന്ന് ചെറിയ തലക്കെട്ടുകളിലേക്ക് എന്ന ക്രമത്തിൽ വേണം വിവരങ്ങൾ നൽകാൻ വേണ്ടി. സാധാരണയായിട്ട് ടൈറ്റില് വലിയ അക്ഷരങ്ങളിലും ക്യാപിറ്റൽ ലെറ്ററിലും, ഹെഡ് ബോൾഡായിട്ടും സബ് ഹെഡ് അണ്ടർലൈൻ ചെയ്തിട്ടുമാണ് നമ്മൾ അടയാളപ്പെടുത്താറുള്ളത്. അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ കണ്ടന്റ് ഒന്ന് വിശദമാക്കി പറയാം. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അനുസരിച്ച് 2 or more ടൈറ്റിൽസ് ആൻഡ് ക്രോസ് റെഫറൻസ്, ഒന്നിലധികം തലക്കെട്ടുകൾ നൽകേണ്ടി വരുമ്പോൾ ഒരു ഫയല് ഒരേ സമയം ഒന്നിലധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി ക്രോസ് റെഫറൻസ് ഉപയോഗിക്കുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സർക്കാർ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി എന്ന ഫയല് ഒരേ സമയം പൊതുമരാമത്ത് വകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും ബാധിക്കുന്നതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രധാന ഫയലിൻ്റെ ഇൻഡെക്സ് സ്ലിപ്പിൽ മറ്റേ ഫയലിൻ്റെ നമ്പർ കൂടി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് രജിസ്റ്ററിൽ അല്ലാത്തത് പറയുന്നതാണ്. അതായത് ഇൻഡെക്സ് സ്ലിപ്പുകളുണ്ട് ഇത് കൂടാതെ. ഇതല്ല ഇൻഡെക്സ് സ്ലിപ്പ് ഫയൽ ചെയ്ത് നമുക്ക് വെക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇൻഡെക്സ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ എവിടെയുണ്ടെന്നോ അതിൻ്റെ സംഗ്രഹം എന്താണെന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ ചെറിയ കടലാസ് കഷ്ണങ്ങളിൽ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന രീതിയാണ് ഈ ഇൻഡെക്സ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സ്ലിപ്പിലെ വിവരങ്ങൾ, വിഷയം ഓണം ബോണസ് 2026, അപ്പോൾ അതിൽ ഫയൽ നമ്പർ കൊടുക്കും, അതിൻ്റെ തീയതി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പിന്നെ ഇൻഡെക്സ് സ്ലിപ്പുകൾ ക്രമീകരിക്കും. തയ്യാറാക്കിയ ഇൻഡെക്സ് സ്ലിപ്പുകൾ അക്ഷരമാല ക്രമത്തിൽ ഫയൽ കാർഡുകളിലോ ബോക്സുകളിലോ സൂക്ഷിക്കുന്ന രീതിയാണ് ശരിക്കും ഇൻഡെക്സ് സ്ലിപ്പുകൾ. അപ്പോൾ ഇൻഡെക്സ് സ്ലിപ്പുകളായിട്ട് സൂക്ഷിക്കാം, രജിസ്റ്റർ ആയിട്ടും സൂക്ഷിക്കാം. ഇനി വലിയ പേപ്പറുകളാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അത് എന്താ പറയണ്ടേ, സൈക്ലോസ്റ്റൈൽ ചെയ്തിട്ടും ഇൻഡെക്സ് സ്ലിപ്പുകൾ സൂക്ഷിക്കാം. എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, അക്ഷരമാല ക്രമത്തിൽ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ അത് സൗകര്യത്തിന് എടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ആദ്യത്തെ ചോദ്യം, കോൾ ബുക്ക് എത്ര കാലത്തിന് ശേഷം നശിച്ചു? വളരെ സ്പീഡിൽ ഞാൻ പറയാം, ചില ഈസി ചെയ്ത്. നമ്മൾ കണ്ട ചോദ്യങ്ങൾ വീണ്ടും പറയുമ്പോൾ വളരെ സ്പീഡിൽ പറയാം, അല്ലെങ്കിൽ തീരില്ല ഇത്. കഴിവതും പറയാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പിന്നെ നോക്കുമ്പോൾ കുറച്ചൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ പറയാൻ പറ്റുമല്ലോ എന്ന് ഓർത്തോ. ഒരു റിപ്പീറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ വീണ്ടും പറയുന്നു. അപ്പോൾ കോൾ ബുക്ക് നശിപ്പിക്കേണ്ട കാലാവധി 3 വർഷമാണ്. കോൾ ബുക്ക് നശിപ്പിക്കേണ്ട കാലാവധി. അടുത്ത ചോദ്യം, ഒരു കറണ്ട് ഫയലിൽ നടപടിയെടുക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം പരിശോധിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം താഴെ പറയുന്നതിൽ ഏതാണ്? കറണ്ട് ഫയലിൽ നടപടി എടുക്കുന്നതിന് കാലതാമസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പേഴ്സണൽ രജിസ്റ്റർ പരിശോധിച്ചാൽ മതി. പേഴ്സണൽ രജിസ്റ്ററിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉണ്ട്. അതിൽ എന്ത് ആക്ഷൻ എടുത്തോ, താമസം ഉണ്ടോ, എന്ന് രജിസ്റ്റർ ചെയ്തൊക്കെ കാര്യങ്ങൾ എവിടെയുണ്ട്? ഈ പേഴ്സണൽ രജിസ്റ്ററിലുണ്ട്. അത് സെക്ഷൻ ക്ലർക്കുമാർക്ക് ലഭിക്കുന്ന ഫയലുകളിൽ സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സൂക്ഷിക്കുന്ന രേഖയാണ് ഇത്. അപ്പോൾ PR മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കോൾ ബുക്കിന്റെ സൂക്ഷിപ്പുകാരനായിരിക്കും നമ്മൾ പറഞ്ഞതാണ്, തപാൽ ക്ലർക്കാണ്. അടുത്ത ചോദ്യം, ഓഫീസ് സമയം അവസാനിക്കുന്നതിന് മുമ്പ് സെക്ഷൻ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവനക്കാരൻ സമയം കുറിക്കുന്നതിനായി ഉപയോഗിക്കേണ്ട രജിസ്റ്റർ ഏതാണ്? ഓഫീസ് സമയം അനുവദിക്കുന്നതിന് മുമ്പ് ഒരു സെക്ഷൻ ക്ലർക്കിന് വിട്ടുപോകണം. അപ്പോൾ അതിന് എന്ത് വേണം? മൂവ്മെന്റ് രജിസ്റ്ററിൽ സമയം കുറിക്കണം. അപ്പോൾ ഓഫീസ് സാധാരണഗതിയിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അല്ലാതെയോ ഓഫീസ് സമയത്ത് സെഷനിൽ നിന്ന് പുറത്തു പോകുന്ന ജീവനക്കാർ തങ്ങളുടെ സമയം, പോകുന്ന സ്ഥലം, മടങ്ങിയെത്തുന്ന സമയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുന്ന രജിസ്റ്ററാണ് ഇത് മൂവ്മെന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എക്സ്പ്രസ് എന്ന് അടയാളപ്പെടുത്തിയ ഒരു കത്ത് അവധി ദിവസങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള ക്ലർക്ക് ആർക്കാണ് അയക്കേണ്ടത്? എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയ ഒരു കവർ വന്നു. അപ്പോൾ അവധി ദിവസങ്ങളിലാണെങ്കിൽ അവധി ദിവസങ്ങളിലും വർക്ക് ചെയ്യുന്ന ഓഫീസുകളെ, കളക്ടറേറ്റ് പോലുള്ള ഓഫീസുകളാണ് ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഡ്യൂട്ടി ക്ലർക്ക് ഉണ്ടാവും അവിടെ. അയാൾ ആർക്കാണ് ഈ കാര്യം അയക്കേണ്ടത്? അത് ഹെഡ് ഓഫ് ഓഫീസിന് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ വളരെ അടിയന്തര പ്രാധാന്യമുള്ള വാർത്തകളായിരിക്കും, വിവരങ്ങളായിരിക്കും അതിലുണ്ടാവുക. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്കോ അതോറിറ്റിക്കോ നൽകേണ്ട ഒരു ആശയവിനിമയം പകർത്തുകയും അയക്കുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പദം.
ആശയവിനിമയം കോപ്പി എടുക്കുക അയക്കുക, കോപ്പി എടുക്കുക അയക്കുക, പകർത്തുക അയക്കുക. കോപ്പി എടുക്കുക എന്ന് പറയുന്നത് മലയാളം പകർത്തുക എന്നാണ്. പകർത്തുക അയക്കുക, കോപ്പി എടുക്കുക അയക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ആണ്. അപ്പൊ അതായത് ഒരു ഡ്രാഫ്റ്റ് അന്തിമ രൂപത്തിലാക്കി അയക്കുന്ന പ്രക്രിയയാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇഷ്യൂ എന്ന് അടയാളപ്പെടുത്തിയ പേപ്പറുകൾ വേഗത്തിൽ അയക്കുന്നതിന് ഉത്തരവാദപ്പെട്ട വ്യക്തി ആരാണ്? അത് ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. ഇഷ്യൂ എന്ന് അടയാളപ്പെടുത്തിയ പേപ്പർ 24 മണിക്കൂറിനുള്ളിൽ അയച്ചിരിക്കണം. അതിന് ഉത്തരവാദപ്പെട്ട ആള് ഫെയർ കോപ്പി സൂപ്രണ്ടാണ് എന്ന കാര്യം ഓർമ്മിക്കുക. അടുത്ത ചോദ്യം, ഒരാശയവിനിമയം ഇഷ്യൂ ചെയ്യുന്നതിനായി തയ്യാറാക്കുന്നതിന് സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഒരാശയവിനിമയം ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് അതായത് ആശയവിനിമയം ഔദ്യോഗിക കത്തുകൾ എന്ന് പറയാം നമുക്ക്. അത് അയക്കുന്നതിന് മുമ്പ് എഴുതി തയ്യാറാക്കുന്ന പ്രക്രിയയാണ് ഡ്രാഫ്റ്റിംഗ്. അതിനുശേഷമാണ് ഡ്രാഫ്റ്റ് ഒക്കെ അംഗീകരിച്ചതിന് ശേഷമാണ് ഡ്രാഫ്റ്റ് എഴുതി ഉണ്ടാക്കും. ആ ഡ്രാഫ്റ്റ് അംഗീകരിച്ചതിന് ശേഷമാണ് അത് ടൈപ്പിങ്ങിൽ പോവുക. ഓക്കെ. അടുത്തത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അയക്കേണ്ട ഒരു ഔദ്യോഗിക ആശയവിനിമയം ആർക്കാണ് വിലാസം നൽകേണ്ടത്? ഹൈക്കോടതിയിൽ ആവുമ്പോൾ രജിസ്ട്രാർക്കാണ് അഡ്രസ് ചെയ്യേണ്ടത്. ഒരു നോട്ട് ഫയലിന്റെ ഫ്ലൈ ലീഫിന്റെ നിറം എന്താണ്? മഞ്ഞയാണ്. അതായത് ഒരു നോട്ട് ഫയലിന്റെ ഫ്ലൈ ലീഫ് ഭാഗം നിറം എന്താണ്? ഫ്ലൈ ലീഫ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പുറത്തുള്ള പേപ്പറാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പുറം ചട്ടാന്നോ ഫസ്റ്റ് പേജെന്നോ പുറം കവറെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അതാണ് മഞ്ഞ നിറമാണ്. അപ്പൊ മഞ്ഞ നിറത്തിൽ കാണുകയാണെങ്കിൽ അത് എന്താണ്? ശരിക്കും നോട്ട് ഫയലാണ്. അടുത്ത ചോദ്യം, കോൾ ബുക്ക് പരിശോധിക്കേണ്ട കാലയളവ് എത്രയാണ്? കോൾ ബുക്ക് എല്ലാ മാസവും പരിശോധിക്കണം. അത് ആൻസർ. ഡിസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവസാനിപ്പിച്ച ഒരു ഫയൽ എത്ര വർഷം സൂക്ഷിക്കണം? ഡിസ്പോസൽ എന്ന് പറയുന്നത് 10 വർഷമാണ്. ഡിസ്ട്രക്ഷൻ ഡിസ്പോസൽ എന്നാ പറയുക. അതിന് ഡിസ്ട്രക്ഷൻ ഡിസ്പോസൽ ഡിസ് അത് 10 വർഷമാണ്. അടുത്ത ചോദ്യം, ഒരു പേപ്പറിന് നിലവിലെ നമ്പർ നൽകി പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിന് എന്ത് വിളിക്കുന്നു? പേഴ്സണൽ രജിസ്റ്ററിൽ ആ നമ്പറൊക്കെ നൽകി രേഖപ്പെടുത്തുന്നതിനാണ് നമ്മൾ രജിസ്റ്റേർഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, മുൻകാല ഫയലുകളുടെ സംഗ്രഹം, റിപ്പോർട്ട് ചെയ്ത വസ്തുക്കളുടെ വിവരം, നിലവിലെ ഫയലിൽ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ എന്നിവയെ എന്ത് വിളിക്കുന്നു? ഇതെല്ലാം കൂടി എഴുതി ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. മുൻകാല ഫയലുകളുടെ ഒരു സംഗ്രഹം, റിപ്പോർട്ട് ചെയ്ത വസ്തുതകളുടെ വിവരണം, നിലവിലെ ഫയലിൽ സമർപ്പിച്ച നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ആണ് കുറിപ്പ് എന്ന് പറയുന്നതിന്. കുറിപ്പ് അഥവാ നോട്ട്. ഒരു നോട്ട് എന്തിനു വേണ്ടിയിട്ടാ? ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായ വസ്തുതകളും മുൻകാല ചരിത്രവും വിശകലനം ചെയ്ത് എഴുതുന്ന ഭാഗമാണ് നോട്ട്. ഈ നോട്ട് വായിച്ചിട്ട് വേണം ഹയർ ഓഫീസറിന് ആ ഫയലിൽ ഒരു തീരുമാനം എടുക്കാൻ. ഓക്കെ. അടുത്ത ചോദ്യം, പേഴ്സണൽ രജിസ്റ്ററിന്റെ ആദ്യ പേജിൽ താഴെ പറയുന്ന ആരുടെയൊക്കെ പേരാണ് എഴുതേണ്ടത്? പേഴ്സണൽ രജിസ്റ്ററിന്റെ ആദ്യ പേജിൽ എഴുതേണ്ടത് 2 പേരുടെയാണ്. സെക്ഷൻ ക്ലർക്കിന്റെയും സെക്ഷൻ സൂപ്രണ്ടിന്റെയും പേരാണ് PR-ന്റെ ആദ്യ പേജിൽ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പേപ്പർ ആളാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടാത്ത? തപാൽ ക്ലർക്ക് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടാത്ത പേപ്പറുകൾ ഏതെല്ലാമാണ്? ആ പേപ്പറുകൾ, ഒന്ന്, സ്റ്റാമ്പ് ഒട്ടിക്കാത്ത വന്നത്. ഇപ്പം നമ്മളൊരു അപേക്ഷയിൽ ക്വാർട്ടർലി സ്റ്റാമ്പ് ഒട്ടിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാത്ത പേപ്പർ നമ്മൾ പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല. PR ചേർക്കേണ്ട ആവശ്യമില്ല. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ട ആവശ്യമില്ല. തെറ്റായ വിലാസത്തിനുള്ളവ അതും ചേർക്കേണ്ട. നിശ്ചിത മാതൃകയിലല്ലാത്ത അപേക്ഷകൾ അതും ചേർക്കേണ്ടതില്ല. അതും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. അടുത്ത ചോദ്യം, ഒരു ഫയല് പൂർണ്ണമായി തീർപ്പാക്കുമ്പോൾ ആ ഫയലിന്റെ ഒരു പകർപ്പ് എങ്ങോട്ടാണ് അയക്കേണ്ടത്? ആ ഫയലിന്റെ പകർപ്പ് ഇൻഡെക്സ് സ്ലിപ്പ് വെച്ചിട്ട്, അപ്പോൾ ഫയല് തീർപ്പാക്കിയിട്ട് റെക്കോർഡ് റൂമിലേക്ക് അയക്കുമ്പോൾ അത് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് ഇൻഡെക്സ് സ്ലിപ്പുകൾ തയ്യാറാക്കും. അപ്പോൾ ഇൻഡെക്സ് സ്ലിപ്പ് വെച്ചിട്ടാണ് ആ ഫയല് അയക്കേണ്ടത്. താഴെ പറയുന്നവയിൽ ഏത് ഡിസ്പോസലാണ് ഒറിജിനലായിട്ട് അയക്കേണ്ടത്? അത് NDIS ആണ്. നോൺ റെക്കോർഡബിൾ ഡിസ്പോസൽ, അതാണ് NDIS, നോൺ റെക്കോർഡബിൾ ഡിസ്പോസൽ. അപ്പോൾ NDIS എങ്ങനെയാണ് വരുന്നത്? NDIS എന്ന് പറയുന്നത് ഒറിജിനലായി അയക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു അപേക്ഷ വന്നു, ആ അപേക്ഷയിൽ കാര്യമാത്ര പ്രസക്തമായിരിക്കുകയല്ല, അത് ഫയലൊന്നും സൂക്ഷിക്കേണ്ടതല്ല, ഫയലിൽ പിടിക്കേണ്ട സാധനമല്ല, അത് NDIS ആയിട്ട് കൊടുക്കേണ്ട. ആ അപേക്ഷയുടെ അതിൻ്റെ പുറത്ത് തന്നെ ഒരു കാര്യമൊക്കെ എഴുതി ഒരു ഒപ്പിട്ട് അത് അപേക്ഷ അടക്കം അങ്ങോട്ട് വിടുകയാണ്.
മറുപടി അടക്കം. അപ്പോൾ ഒറിജിനലായിട്ട് എല്ലാം അങ്ങ് അയക്കുകയാണ്, അവിടെ ഒന്നും വെക്കുകയില്ല. ഓഫീസ് കോപ്പിയോ മറ്റെന്തെങ്കിലുമോ അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ ഒന്നും ഈ ഓഫീസിൽ സൂക്ഷിക്കാതെ വിടുന്നതാണ് എൻഡിസ് ഫയലുകൾ. എൻഡിസ് എന്ന് പറഞ്ഞാൽ നോൺ റെക്കോർഡബിൾ ഡിസ്പോസൽ. അപ്പോൾ ഇതിൻ്റെ പകർപ്പുകൾ ഓഫീസിൽ സൂക്ഷിക്കുന്നതല്ല. ഏത് തരം ഡിസ്പോസലുകളാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്? R&DS ആണ്. ഭാവി ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിക്കേണ്ടത്, നശിപ്പിക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ഫയലുകൾ എളുപ്പത്തിൽ തിരയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സിങ് നടത്തുന്നത്. ഇൻഡെക്സിങ് നടത്തണമെന്ന് നിർബന്ധമുള്ള ഫയലുകൾ RDISഉം DDISഉം ആണ്. അടുത്ത ചോദ്യം, ഏത് ഡിസ്പോസലുകളാണ് ബ്രൗൺ പേപ്പർ ജാക്കറ്റിൽ വെച്ച് തയ്ക്കേണ്ടത്? ആറും ഡിയും. RDIS ആൻഡ് DDIS ഫയലുകളാണ് ബ്രൗൺ പേപ്പർ ജാക്കറ്റിൽ വെച്ചിട്ട് തയ്ച്ച് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അത് റെക്കോർഡ് റൂമിൽ സൂക്ഷിക്കേണ്ട പ്രധാന ഫയലുകൾ കേടുപാടുകൾ കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രൗൺ പേപ്പർ കവറുകളിൽ തയ്ച്ചു വെക്കുന്നത്, അല്ലേ? RDISഉം DDISഉം ഒക്കെ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നശിപ്പിക്കാൻ പാടുള്ളൂ. ഓഫീസിൽ ലഭിക്കുന്ന താൽക്കാലിക സ്വഭാവമുള്ള പേപ്പറുകൾ നമ്പർ ഇടാതെ തീർപ്പാക്കുന്നത് ഏതിലാണ്? ഏത് ഡിസ്പോസലാണ്? അതിന് പറയുന്നത് എക്സൻ ഡിസ്പോസൽ എന്നും XL ഡിസ്പോസൽ എന്നും പറയും. XN ഡിസ്പോസല്, XL ഡിസ്പോസലുകളൊക്കെ എന്താണ്? ഓഫീസിൽ താൽക്കാലിക സ്വഭാവമുള്ള പേപ്പറുകളാണ്. അതിന് നമ്പർ ഇടാതെ തന്നെ തീർപ്പാക്കും. നമ്പർ ഇടാതെ തീർപ്പാക്കുന്ന ഫയലുകൾ ഏത് ഡിസ്പോസലിലുള്ള ഫയലുകളാണ്? XN ഡിസ്പോസലും XL ഡിസ്പോസലും. അപ്പോൾ അത് വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രം പ്രസക്തിയുള്ളതും റെക്കോർഡ് ചെയ്യേണ്ടതില്ലാത്തതുമായുള്ള പേപ്പറുകളാണ് ഈ തരം ഡിസ്പോസലുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഡ്രാഫ്റ്റിന്റെ ഓഫീസ് കോപ്പിയും അനുബന്ധങ്ങളും ഏതിലാണ് കൂട്ടിച്ചേർക്കേണ്ടത്? ഡ്രാഫ്റ്റിന്റെ ഓഫീസ് കോപ്പി ബാക്കി കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർക്കേണ്ടത് കറണ്ട് ഫയലിലാണ്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ ഞാനിവിടെ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ക്വസ്റ്റ്യങ്ങൾ നമ്മൾ കാണാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടോ അതോ ഒരു 10-30 എപ്പിസോഡിൽ അവസാനിപ്പിക്കണോ എന്ന് ദയവായിട്ട് ഈ ക്ലാസ് കേൾക്കുന്ന ആൾ ഒന്ന് പറഞ്ഞ ആൾക്കാരൊന്ന് കമൻറ്റിൽ ഇട്ടാൽ നന്നാവും. ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ മതിയോ അല്ലെ കുറേ ക്വസ്റ്റ്യൻസ് പോരട്ടെ? ഞാൻ വേണമെങ്കിൽ 10-30-35-40 എപ്പിസോഡൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ഇടാം. അത് ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്കത് കൂടുതൽ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.